ഏറ്റവും ധന്യമായ നിമിഷത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാർ, ഈ ശുശ്രൂഷയിൽ ഇന്ന് പകൽ ഒരലങ്കാരമായി ദൈവസഭ അടുത്ത ഒരു ലെവലിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാർ, അവരുടെ കുടുംബാംഗങ്ങൾ, സഹധർമ്മിണിമാർ, സഭകളിൽ നിന്ന് കടന്നു വന്ന വാത്സല്യ ദൈവമക്കൾ, പ്രിയപ്പെട്ടവർ ഏവർക്കും ഞങ്ങളുടെ വന്ദനം ഇത്തരണത്തിൽ അറിയിക്കുന്നു. സ്റ്റേജ് ഏറ്റവും ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാരെ കൊണ്ട് ഇന്ന് വളരെ മനോഹരമായി അലങ്കരിക്കപ്പെട്ട ഒരു ദിവസമാണ്. ഈ ശ്രേഷ്ഠ ദൈവദാസന്മാരുടെ സാന്നിധ്യം ഈ ശുശ്രൂഷയ്ക്ക് ഒരനുഗ്രഹമാണ്. ഈ പ്രധാന പ്രോഗ്രാമിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു പദ്ധതി നമ്മുടെ പ്രിയങ്കരനായ സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ വൈ റജി അവറുകൾ ഇവിടെ അവതരിപ്പിച്ച് സമർപ്പിച്ച് ദൈവകരങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു സമയം വേർതിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ഇലക്ട്രോണിക് മീഡിയയുടെ അതിപ്രസരം എല്ലാ മേഖലകളിലും നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ഏതൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും ലൈവ് ഇല്ലാത്ത പ്രോഗ്രാം ഇല്ല. സഭായോഗങ്ങൾ വരെ ലൈവായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഈ ബൃഹത് പ്രസ്ഥാനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവദാസന്മാരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച പ്രകാശനം അനുസരിച്ച് ഇന്ന് പകൽ പുതിയൊരു മീഡിയ, ലൈവ് മീഡിയ ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. ഈ ലൈവ് മീഡിയയാണ് ഇന്ന് പകലും ഈ പ്രോഗ്രാം ഇവിടെ സംപ്രേഷണം ചെയ്യുന്നത്. ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ലൈവ് മീഡിയ, കർത്താവിൻ്റെ ദാസൻ ഇവിടെ പേര് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യുന്ന ആ മീഡിയ ആണ് ഇനി മുതൽ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും ലൈവ് ചെയ്യുന്നതും കാര്യങ്ങൾ ക്രമീകരിക്കുന്നതും. സഭകൾക്കും ഫ്യൂണറൽ, വിവാഹ സർവീസുകൾ തുടങ്ങിയുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും ഈ മീഡിയയുടെ സേവനം ഇനി മുതൽ ലഭ്യമാണ്. ദൈവസഭയുടെ യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ യുവജനങ്ങൾ, YPA സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ മാത്യു ബേബിയുടെ നേതൃത്വത്തിലുള്ള യുവജന വിഭാഗമാണ് ദൈവസഭയെ ഈ വിഷയത്തിൽ പൂർണ്ണമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ വാക്കുകളെ ഇനിയും ഇവിടെ ദീർഘമാക്കുന്നില്ല. നമ്മുടെ ബഹുമാന്യനും ആദരണീയനുമായ സ്റ്റേറ്റ് ഓവർസിയർ പ്രിയപ്പെട്ട വൈ റജി പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് ആമുഖ സന്ദേശം ഈ വിഷയത്തിൽ നൽകി പുതിയ നമ്മുടെ മീഡിയ, ലൈവ് മീഡിയയെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു സന്ദർഭമാണ്. ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഇത് ശ്രേഷ്ഠമേറിയ ഒരു സമയമാണ്. നമുക്കൊരുമിച്ച് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസനെ അതിനായി മുൻപോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം. ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭ കേരള സ്റ്റേറ്റ് ഇന്ന് മലയാളി സമൂഹത്തിൽ, വിശേഷിച്ച് പെന്തക്കോസ്ത് സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനത്തിലും ആത്മീയമായ നിലവാരം കാത്തുസൂക്ഷിക്കുന്നതിലും സഭാപ്രവർത്തനത്തിലും മറ്റിതര സാമൂഹിക പ്രവർത്തനത്തിലുമൊക്കെ വളരെ സജീവമായ ശ്രദ്ധ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായി നാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ കാലഘട്ടം. ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെ തനതായ രീതിയിൽ തന്നെ വെളിപ്പെടുത്തുവാനും അപ്പോൾ തന്നെ ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ, ഒരു വ്യക്തിയുടെ ജീവിതത്തെ എത്രമാത്രം അതിലേക്ക് കടന്ന് ചെന്ന് അതിനെ വളർത്തുവാനും തളർത്തുവാനും കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് മീഡിയയുടെ കാലഘട്ടം. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തിന് സ്വന്തമായ ഒരു മീഡിയ ആവശ്യമെന്ന് സ്റ്റേറ്റ് കൗൺസിലിന് ബോധ്യപ്പെട്ടതിൻ്റെ അനന്തരഫലമായി യുവജന വിഭാഗത്തെ ആ പ്രവർത്തനത്തിനു വേണ്ടി നിർദ്ദേശിക്കുകയും യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന മാത്യു ബേബി
പാസ്റ്റർ ഉൾപ്പെടെ ആ ബോർഡിൽ പ്രവർത്തിക്കുന്ന ജോംസ്കറിയ പാസ്റ്റർ, ജസ്റ്റിൻ തുടങ്ങിയ ജോയൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഈ മീഡിയയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ പ്രവർത്തന പന്താവിലേക്ക് കൊണ്ടുവരികയും ഇന്ന് നാം അത് പ്രാർത്ഥിച്ച് ഇനോഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ഈ മീഡിയ നമ്മുടെ സഭാപ്രവർത്തനങ്ങൾക്കും ഓരോ പ്രാദേശിക സഭകൾക്കും അതിൻ്റെ സെൻട്രൽ കൺവെൻഷനുകളായാലും ലോക്കൽ പ്രോഗ്രാംസ് ആയാലും, അത് വിവാഹമാകട്ടെ, മരണാനന്തര ശുശ്രൂഷകളാകട്ടെ, ഇങ്ങനെ വിവിധ നിലകളിൽ ഉള്ള പ്രോഗ്രാമുകൾക്ക് ഈ മീഡിയയുടെ പ്രവർത്തനം നിങ്ങൾക്കും വരും കാലങ്ങളിൽ അത് നിങ്ങൾക്കും ഉപകാരപ്രദമായിരിക്കും. അങ്ങനെ നമുക്കൊരുമിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു മീഡിയ നാം ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. എത്ര പേർക്ക് സന്തോഷത്തോടെ ആ വിഷയത്തിൽ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താൻ കഴിയും? കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. അതിന് ഉത്തരവാദിത്ത പ്രിയപ്പെട്ടവർ ഇപ്പോൾ മുൻപോട്ട് കടന്നു വരും. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിൻ്റെ ഉപദേശത്തെയും ദൈവഭക്തിയെയും ചർച്ച് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവവേലയുടെ വ്യാപ്തിക്കായി, സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനായി കർത്താവ് ഒരുക്കുന്ന സകല മേഖലകളിലും യേശുക്രിസ്തുവിൻ്റെ മഹനീയ നാമം ഉയർത്തുവാൻ ഈ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ഈ മീഡിയയുടെ ആരംഭം കുറിക്കുന്ന ഈ നിമിഷം സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ കൃപ ഈ വിഷയത്തിൽ പകർന്ന് ഈ സംരംഭത്തെ അങ്ങ് അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇത് അനേകർക്ക് ഉപകാരപ്രദവും കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി തീരുവാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ സംരംഭത്തെ അനുഗ്രഹിക്കുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നാം ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിലെ നാം നേതൃത്വം കൊടുക്കുന്ന ഈ മീഡിയയുടെ പേര് സയോൺ മീഡിയ എന്ന പേരിൽ ഇന്നു മുതൽ ഈ പ്രവർത്തനം അനുഗ്രഹിക്കപ്പെടും. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. സയോൺ മീഡിയയുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പിന്തുണയും അഭ്യർത്ഥിച്ചും നൽകി കൊടുക്കണമെന്ന് അപേക്ഷിച്ചും എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവസഭയുടെ ചരിത്രത്തിൽ ഒഫീഷ്യലായി You are watching Zion Media. അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് സഭയുടെ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ആത്മീക വിഷയങ്ങൾക്കും മറ്റിതര സഭയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾക്കും ദൈവസഭയിലെ സഭകൾക്കും ദൈവമക്കൾക്കും അവരുടെ കുടുംബങ്ങളോടുള്ള ബന്ധത്തിലും സെൻറ്ററുകളോടുള്ള ബന്ധത്തിലും ഇതൊരു അനുഗ്രഹമായി തീരും എന്നുള്ളതിൽ സംശയമില്ല. അതിൻ്റെ പ്രവർത്തനങ്ങളെ കർത്താവ് ആദരിക്കട്ടെ.